விவசாயிகளின் சந்தேகம் நீங்க வனத்துறை அமைச்சர் மாவட்டத்தில் ஆலோசனை கூட்டம் நடத்த வேண்டும் என்று சிபிஐ மாவட்ட செயலாளர் கே சலீம்குமார் வட்டவடையில் வனத்துறை அலுவலகம் முன்பாக சிபிஐ நடத்தக்கூடிய போராட்டத்தை துவக்கி வைத்து உரையாற்றினார் அவர். விவசாயிகளின் சந்தேகத்தை தீர்க்க வனத்துறை அமைச்சர் மாவட்டத்தில் ஆலோசனை கூட்டம் நடத்த வேண்டும் என்று சிபிஐ மாவட்ட செயலாளர் கே சலீம்குமார் தெரிவித்துள்ளார். வனப்பகுதியை அதிகரிக்க வேண்டிய ஒவ்வொரு வனத்துறை அதிகாரிகளும் விவசாயிகளையும் தொழிலாளிகளையும் மக்களையும் மிகப்பெரிய துயரத்தில் ஆழ்த்துவதாகவும் அவர் குற்றம் சாட்டினார். மக்கள் தங்கி விவசாயம் செய்யக்கூடிய இடங்கள் காட்டுப்பகுதியாக மாற்றும் நடவடிக்கை அங்கீகரிக்க இயலாது என்றும் சலீம்குமார் தெரிவித்தார். வட்டவரை போரஸ்ட் ஆபீஸ் அலுவலகம் முன்பாக சிபிஐயின் தலைமையில் நடைபெறக்கூடிய மாற்றும் தர்ணாவில் துவக்கி வைத்து ഉറയാറ്റിனார் അവർ. കേരളത്തിന്റെ പ്രിയപ്പെട്ട വനം വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചു. വാർഡ് മെമ്പർ ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ റോഡ് പണിയുവാനുള്ള തടസ്സം ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മുടെ മന്ത്രി ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അവിടെ അടുത്തിരുന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത്, ആളുകൾ നടക്കുന്ന വഴിയാണത്, റവന്യൂ ഭൂമിയാണ്. ആ റോഡ് പണിയുവാൻ വേണ്ടി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതാണ്. അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് പണിതയില നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തടസ്സമുണ്ടാക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പൊ തന്നെ വിളിച്ച് മൂന്നാറിലിരിക്കുന്ന ആഫീസറോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു പറഞ്ഞതിന് ശേഷം കുഴപ്പം കൂടി. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ കുഴപ്പം കൂടുക ചെയ്തത്. മന്ത്രി പറഞ്ഞതോടുകൂടി കുഴപ്പമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാര് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ മന്ത്രിമാർക്ക് മുകളിലാണോ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെന്നാണ് എനിക്കിപ്പോ സംശയം. അങ്ങനെ ഒരു ഗവൺമെന്റ്, ഒരു മന്ത്രി നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് വന്യമൃഗങ്ങളോട് പെരുമാറുന്നത് പോലെ നമ്മളോട് പെരുമാറാൻ വന്നാൽ ഒരു കാര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയാം, അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. எஸ் செந்தில் தலைமை வகித்தார். பி ராமராஜ் வரவேற்புரையாற்றினார். எம்ஐ அவ்சேம், பி பழனிவேல், டி சந்திரபால், பி காமராஜ் போன்றவர்கள் உரையாற்றினர். நியூஸ் பீரோ, மூணார்.